നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാഴ്സലോണയിലാകുമ്പോൾ ബാലൻ ഡിയോർ നേടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരുപാട് പേര് ബാഴ്സലോണയിൽ വെച്ച് ബാലൻ ഡിയോർ സ്വന്തമാക്കിയിട്ടുണ്ട്. പറയുന്ന റോബർട്ട് ലെവൻഡോസ്കിയാണ്. ബയേൺ മ്യൂണിക്കിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് എത്തിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ബയേണിൽ നിൽക്കുമ്പോൾ ലഭിക്കാൻ സാധ്യത എത്രയാണോ അതിനേക്കാൾ കൂടുതലാണ് ബാഴ്സലോണയിൽ നിൽക്കുമ്പോൾ ബാലൻ ഡിയോർ ലഭിക്കാൻ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. യുവേഫ നേഷൻസ് ലീഗിൽ പോളണ്ടിന് കളിയുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബാഴ്സലോണയിലെത്തുമ്പോൾ അവിടെ ഒരുപാട് പേര് ബാലൻ ഡിയോർ പുരസ്കാരം നേടിയിട്ടുണ്ട് എന്നെനിക്കറിയാം. ആ ബാലൻ ഡിയോറിലേക്കുള്ള വഴി ബാഴ്സലോണയിൽ ദൈർഘ്യം കുറവാണ്, ബയേണിലുള്ളതിനേക്കാൾ ദൂരം കുറവാണ് ബാലൻ ഡിയോറിലേക്ക് ബാഴ്സലോണയിൽ നിന്ന്. ഇതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ബാഴ്സലോണയിലുള്ള തൻ്റെ ഈ ഒരു കരിയറിൻ്റെ തുടക്കത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നു. ബാഴ്സ കരിയറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരു പുതിയ കളിപ്പാട്ടം ലഭിച്ച കുട്ടിയുടെ അവസ്ഥയിലാണ്. എൻ്റെ ആദ്യ ദിവസം മുതൽ, ഞാൻ ബാഴ്സലോണയിലെത്തിയ ആദ്യ ദിവസം മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എത്തി എന്ന് തന്നെയാണ്. ഞാൻ ഇവിടെ വളരെ കംഫർട്ടബിളാണ്. ക്ലബ് ആ രൂപത്തിലാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ആ രൂപത്തിൽ തന്നെയാണ്. ടീംമേറ്റ്സ്, സ്റ്റാഫ് എല്ലാവരും നല്ല രൂപത്തിലാണ് എന്നെ സ്വീകരിക്കുന്നത്. എനിക്ക് വളരെയധികം പ്രിവിലേജ്ഡ് ആയ പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ക്ലബിലേക്ക് എത്താൻ കഴിഞ്ഞത് മികച്ച ഒരു അവസരം തന്നെയാണ്. അതിനി വരാനിരിക്കുന്ന മാസങ്ങളിലോ വർഷങ്ങളിലോ ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഇത് ഒരു വളരെയധികം വലിയ ഒരു കാര്യമാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് എന്നാണ് ഇപ്പോൾ ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്തതിനെക്കുറിച്ച് റോബർട്ട് ലെവൻഡോസ്കി പറയുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബയേൺ മ്യൂണിക്കിൽ മികച്ച പ്രകടനം നടത്തി അനവധി ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫിഫയുടെ ബെസ്റ്റ് താരത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന് ബാലൻ ഡിയോർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാഴ്സലോണയിലാകുമ്പോൾ ബയേണിൽ കളിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ബാലൻ ഡിയോർ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലെവൻഡോസ്കി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പോളണ്ട് ടീമിന് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങളുണ്ട്. 2 മത്സരങ്ങൾ സെപ്റ്റംബർ 23-നും 26-നുമാണ്. സെപ്റ്റംബർ 23-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 പോളണ്ട് നെതർലൻഡ്സിനെ നേരിടുന്നു. അതിനുശേഷം സെപ്റ്റംബർ 26-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 അവർ വെയിൽസിനെ നേരിടുന്നുമുണ്ട്. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഡിയിലാണ് പോളണ്ട് ഉള്ളത്. നിലവിൽ ഗ്രൂപ്പ് ഡിയിൽ 4 കളികളിൽ നിന്ന് അവർക്ക് 4 പോയിന്റുകളാണുള്ളത്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ളത് 4 കളികളിൽ നിന്ന് 10 പോയിന്റോടെ നെതർലൻഡ്സ് ആണ്. 4 കളിയിൽ നിന്ന് 7 പോയിന്റുള്ള ബെൽജിയം 2-ാമത്, 4 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് പോളണ്ട് 3-ാമത്, ഒരൊറ്റ പോയിന്റുമായി വെയിൽസ് 4-ാമതുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.